നമസ്കാരം. അച്ഛൻ മരിച്ചതല്ല സമാധിയായതാണെന്ന് പറഞ്ഞ് വിവാദം സൃഷ്ടിച്ച മക്കൾ ഒടുവിൽ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത്. വിവാദങ്ങളിൽ നിറഞ്ഞ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മക്കളാണ് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. സമാധി വിവാദങ്ങളിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് ഇവരുടെ ആവശ്യം. ഗോപൻ മരിച്ചതല്ല സമാധിയായതാണെന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. എന്നാൽ മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനാൽ തൽക്കാലം മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് നെയ്യാറ്റിൻകര നഗരസഭ അറിയിച്ചു. ഗോപൻ സമാധിയായതാണെന്ന കുടുംബത്തിന്റെ അവകാശവാദം വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചിരുന്നു. മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കുടുംബം മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത്. ഇളയ മകൻ രാജസേനൻ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന അപേക്ഷയുമായി കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര നഗരസഭയിലെത്തി. കുടുംബം നൽകിയ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഗോപൻ മരിച്ചതല്ലെന്ന നിലപാടിലായിരുന്നു അന്ന് കുടുംബം. ഇതിനിടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്ക് ശേഷം ഗോപനെ വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിക്കാത്തതിനാൽ മരണ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നഗരസഭ അധികൃതർ സ്വീകരിച്ചില്ല. പോലീസ് റിപ്പോർട്ട് വന്നതിനു ശേഷം മരണ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. ഗോപന് ഹൃദ്രോഗവും പ്രമേഹ രോഗവും ഉണ്ടായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. അതേസമയം ഗോപന്റെ സമാധിയിലേക്ക് ഭക്തരുടെ ഒഴുക്കാണെന്നായിരുന്നു മക്കൾ പ്രചരിപ്പിച്ചത്. ഇത് വാസ്തവമാണോ എന്നറിയാൻ ചില ചാനലുകൾ ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. എന്നാൽ ഇത് വെറും പ്രചരണം മാത്രമാണെന്നതാണ് വസ്തുത. സമാധിയിലേക്ക് ആരും തന്നെ എത്തുന്നില്ല. സമാധിയിൽ ഗോപന്റെ മകൻ സനന്ദൻ മണിയടിച്ച് നിലവിളക്കും ഒഴിഞ്ഞും പ്രാർത്ഥനയും പൂജയും നടത്തുന്നുണ്ട്. ഭക്തരുടെ തള്ളലോ ഭക്തി നിർഭരമായ അന്തരീക്ഷമോ ഇവിടില്ല. സാധാരണ ഒരു വീടും പരിസരവും മരിച്ചുപോയവരെ അടക്കിയ കല്ലറയും എന്നതിനപ്പുറം ഗോപന് ഒരു ദൈവികതയും ആരും നൽകുന്നില്ല എന്ന് വ്യക്തം. പക്ഷേ മകൻ സനന്ദനും കുടുംബവും പറയുന്നത് അച്ഛൻ ദൈവമാണെന്നാണ്. ദൈവതുല്യർക്കല്ലാതെ മറ്റാർക്കും സമാധിയാകാൻ പറ്റില്ലെന്നാണ്. ഇനി ഗോപനെ അച്ഛൻ എന്നോ സ്വാമി എന്നോ വിളിക്കാൻ പാടില്ലെന്നും മക്കൾ പറയുന്നു. ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അതൊരു അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കിയതോടെയാണ് സമാധി പീഠം പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഗോപന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സുപ്രധാന നിലപാട് സ്വീകരിച്ചത്. മണിയൻ എന്ന ഗോപൻ സ്വാമി പത്മപീഠത്തിലിരുത്തി കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചെന്നായിരുന്നു മക്കൾ പോലീസിന് നൽകിയ മൊഴി. ഇത് ശരിയാണെന്ന് കല്ലറ പൊളിച്ച് പരിശോധിച്ചപ്പോൾ വ്യക്തമാവുകയും ചെയ്തു. ആറാലമൂടി ചന്തയിൽ ചുമട്ടുതൊഴിലാളിയായിരുന്നു ഗോപൻ. 2 വർഷം മുമ്പ് വരെ ജോലി ചെയ്തിരുന്നു. വീടിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രം പണിത് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ ഗോപൻ സ്വാമി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായതോടെ നാട്ടുകാരിൽ ചിലരോടും വാർഡ് മെമ്പറോടും ഞാൻ മരണപ്പെടുമ്പോൾ എന്നെ സമാധിയാക്കണമെന്ന് ഗോപൻ അറിയിച്ചിരുന്നതായി കുടുംബം പറഞ്ഞിരുന്നു. താൻ മരണപ്പെട്ടതിനു ശേഷം ഈ സ്ഥലത്ത് സമാധിയാക്കണമെന്നും അതിനുശേഷം മാത്രമേ നാട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂ എന്നും ഗോപൻ ഭാര്യയോടും മക്കളോടും പറഞ്ഞിരുന്നതായും കുടുംബം വെളിപ്പെടുത്തിയിരുന്നു. രാവിലെയോടെ ഗോപൻ മരണപ്പെടുകയും അതിനുശേഷം രാത്രിയോടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്ത് സമാധിയാക്കിയെന്നുമായിരുന്നു മക്കൾ വിവാദമുണ്ടായ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. രാജസേനൻ, സനന്ദൻ എന്നീ 2 ആൺമക്കളും മരണപ്പെട്ട ഗോപന്റെ ഭാര്യ സുലോചനയും മരുമകളും മാത്രമായിരുന്നു മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ പോലും ഉണ്ടായിരുന്നത്. വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഗോപൻ മരിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ മകൻ പതിപ്പിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു നാട്ടുകാർ ഒത്തുകൂടി വാർഡ് മെമ്പറെ വിളിച്ചു വരുത്തിയത്.